ബി ജെ പി അവരുടെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു. സി ജെ പിക്ക് സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിന് സ്റ്റുഡൻസിനെ തന്നെ കയറി പിടിച്ചിട്ടുണ്ട്. പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും പറഞ്ഞതുപോലെ ഇവരുടെ ബി ജെ പിയുടെ റൈറ്റ് വിങ്സിന്റെ പ്രൊപ്പഗണ്ട ഇതാ വന്നു കഴിഞ്ഞു. നമുക്കൊരു വീഡിയോ കാണാം. जिस तरह अभी प्रोटेस्ट चल रहा है उस तरह वो बिल्कुल पॉलिटिकल रिलेटेड लग रहा है, तो उसके रिलेटेड मैं उसका समर्थन नहीं करती हूँ। हमें तो तब तक अच्छा लग रहा था जब तक ये पेपर लीक को लेके हो रहा है या फिर फेयर एग्जामिनेशन को लेके हो रहा है, बट अगर ये पॉलिटिकल इश्यूज या फिर रिलीजन से जुड़ रहा है तब फिर मैं इसके कम्प्लीटली अगेंस्ट हूँ। अभी जो दिल्ली में प्रोटेस्ट हो रहा है वो धीरे धीरे पॉलिटिकल साइड में जा रहा है। बहुत सारे अलग अलग पार्टी के बहुत बड़े बड़े लीडर सब उसमें अपना आ रहे हैं, सपोर्ट गेन कर रहे हैं। ये पूरा पॉलिटिकल होते जा रहा है जो कि एकदम सही नहीं। मैं इसका समर्थन नहीं अभी करूंगा क्योंकि ये पॉलिटिकल होते जा रहा है। दिल्ली में जो प्रोटेस्ट चल रहा है वो स्टूडेंट्स के लिए जो भी किया जा रहा है, आई सपोर्ट की लीक नहीं होना चाहिए पेपर, और जो भी एजुकेशन रिफॉर्म है वो आना चाहिए, बट मैं उसके अराउंड जो पॉलिटिक्स हो रहा है उसको सपोर्ट नहीं करता हूँ। ഇത് വെറും ഒരു സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഇനി ഒട്ടനവധി വരും. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റുഡൻസ് പറഞ്ഞു, ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ളത് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ആദ്യത്തെ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു മാറ്റമുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ജെന്യുവിൻ ആയിട്ടുള്ള ലോങ് ടേം പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ ഒരു പേപ്പർ ലീക്ക് അല്ലെങ്കിൽ എക്സാം ഫെയർനെസ് അത് മനസ്സിലാക്കാൻ സാധിക്കും അതിനുവേണ്ടി ചെയ്യുന്നതാണെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആംഗിളിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇത് റിലീജിയസ് ആംഗിളിലേക്ക് വരുന്നു എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ആദ്യത്തെ കുട്ടി, ആ കുട്ടി മാത്രമാണ് റിലീജിയസ് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റത്തെ കുട്ടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇതിന് എഗനിസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കുട്ടിയും അതുപോലെ തന്നെ, അതായത് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊളിറ്റിക്കൽ ആണ്. മൂന്നാമത്തെ കുട്ടി, എല്ലാ കുട്ടികളും പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് പക്കാ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് ഇതൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. അതായത് ലീഡേഴ്സ് വരുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇടപെടുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് പോകുന്നു, പൊളിറ്റിക്കൽ സപ്പോർട്ട് വരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പോയിന്റ്സ്. സ്ക്രിപ്റ്റ് ചെയ്യുന്നുള്ള മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് അവർ എക്സ്ട്രാ പറയും. ഓക്കെ, അതായത് എല്ലാവരും ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സംശയം തോന്നുമല്ലോ. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമല്ലോ, ആ മാറ്റങ്ങൾ മാത്രം. ബാക്കിയൊക്കെ സ്ക്രിപ്റ്റഡ്, പക്ക പോയിന്റ് ടു പോയിന്റ്, വേറെ ഒരു മാറ്റവുമില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത്, അവസാനം പറയുന്നത്, ഈ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു പ്രൊട്ടസ്റ്റിന് എഗനിസ്റ്റ് ആണ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു. ഇത് തന്നെയാണ് അവർക്ക് വേണ്ടതും. അതുപോലെ സി ജെ പി ഫോം ചെയ്തത് മുതൽ ഇന്നേക്ക് വരെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സി ജെ പിയെ കുറിച്ചിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടുള്ളത് ബി ജെ പി റൈറ്റ് വിങ്സ് ആണ്. എന്നാൽ ബി ജെ പി മാത്രമല്ല കേട്ടോ ഫേക്ക് ചെയ്യുന്നത്, സി ജെ പിയും ഫേക്ക് വീഡിയോസും അതുപോലെ ഇൻഫോർമേഷൻസും പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കാം. ഈ സംഭവം എന്ന് പറയുന്നത് ഇത് അഭിജിത്ത് ദീപക് ആണ്. അതായത് 4 വർഷം മുൻപ് അഭിജിത്ത് ദീപകിന്റെ ഒരു വിഷ്വൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് ഫേക്ക് വീഡിയോ ആണ്. അതായത് ഇത് അഭിജിത്ത് അല്ല, ഇത് ബംഗ്ലാദേശിലെ ആളുകളാണ് എന്നൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഹൈഡ്രജൻ പവർ ട്രെയിനിന് നേരെ ഡൽഹിയിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സി ജെ പി പ്രൊട്ടസ്റ്റേഴ്സ് കല്ലെറിഞ്ഞ് തകർക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ ഒരു വാർത്ത. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നടന്നിട്ടുള്ളത് പട്നയിലാണ്. ബീഹാറിലെ പട്ടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ ബീഹാർ കോൺസ്റ്റബിൾ എക്സാം നടക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻസ് ഫെസിലിറ്റീസ് ഇല്ല, അതായത് ലാക്ക് ഓഫ് ട്രെയിൻ ഫെസിലിറ്റീസ്. അതുപോലെ ഒരുപാട് ട്രെയിൻസ് ഡിലേ ആയിട്ട് വന്നു. അതിനെ തുടർന്ന് ആ കുട്ടികൾ, ആ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, പ്രതിഷേധം നടത്തി ഈ റെയിൽവേ ട്രെയിനിനൊക്കെ എന്ത് ചെയ്തു, നേരെ കല്ലെറിയുന്ന ഇൻസിഡന്റ് ആണ് ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് പ്രചരിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ പവർ ട്രെയിനിന് നേരെ സി ജെ പി കാർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാണ്. അപ്പൊ അതും ഫേക്കാണ്. ഇനിയുള്ള ഒന്നെന്ന് പറയുന്നത് സുനിത വില്യംസ് സി ജെ പിക്ക് സപ്പോർട്ടുമായി വന്നു എന്ന് ഉള്ള ഒരു, അതായത് സി ജെ പി പുറത്തുവിട്ടുള്ള, സി ജെ പി അല്ല, സി ജെ പി സപ്പോർട്ടേഴ്സ് പുറത്തുവിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നടന്നിട്ടുള്ളത് ഇങ്ങ് കോഴിക്കോട്, നമ്മളെ കേരളത്തിലാണ്. കേരളത്തിലെ ഒരു ഫംഗ്ഷനിൽ, അതായത് കോഴിക്കോട് ഒരു ഫംഗ്ഷനിൽ സുനിത വില്യംസ് പങ്കെടുക്കുന്ന ഒരു ദൃശ്യമാണ് അത്. അപ്പോൾ അതും ഫേക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടുള്ള, അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ തെറ്റായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രചരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട, ചെറിയൊരു സമയം മതി. നിസ്സാരമായിട്ടുള്ള സമയം കൊണ്ട് അത് ഒരുപാട് പേർ കാണും, ഒരുപാട് പേർ ഷെയർ ചെയ്യും. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് പോവില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടില്ല. അതാണ് സത്യം.
ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay. Thank you.